ജിൻഡോ ഇന്ന് കളിച്ച് ജയിച്ച ടാസ്ക് 4-ഉം ടാസ്ക് 5-ഉം എപ്പിസോഡിലില്ല. എപ്പിസോഡിനകത്ത് ഡയറക്റ്റ് വരുന്നത് കുറച്ച് ഫണ്ണായിട്ടുള്ള ഒരു മൊമെന്റ്സ് ചേർന്നുകൊണ്ട് സന്ധ്യയ്ക്ക് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഫൺ ടാസ്ക്. അതിനുശേഷം വന്നിട്ടുള്ള ടിക്കറ്റ് ഫിനാലയുടെ ഒരൊറ്റ ടാസ്ക് മാത്രമാണ് എപ്പിസോഡിലുള്ളത്. അപ്പോൾ അത് ഒത്തിരി കമൻസ് ഞാൻ കണ്ടിരുന്നു. ജിൻഡോയുടെ 4-ഉം 5-ഉം ടാസ്ക് ജിൻഡോ കളിച്ചതുകൊണ്ട് ചാനൽ മുക്കിയതാണ്, അതാണ് ചാനൽ അത് എപ്പിസോഡ് ഇടാത്തത് എന്നൊക്കെ. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് എന്താണ് ആദ്യം പറയാനുള്ളതെന്ന് ഞാൻ പറയാം. എനിക്കതങ്ങനെ, ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞതുപോലെ എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. ടിക്കറ്റ് ഫിനാലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാനുള്ള സാധനം എപ്പിസോഡിൽ എയർ ചെയ്യേണ്ടത് ടിക്കറ്റ് ടു ഫിനാലെയാണ്. അതിപ്പോൾ ജിൻഡോ കളിച്ചോണ്ടോ, ജാസ്മിൻ കളിച്ചോണ്ടോ, അഭിഷേക് കളിച്ചോണ്ടോ, ആരോ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തോ ആയിക്കോട്ടെ, ടിക്കറ്റ് ടു ഫിനാലെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്തിനാണ്? ടിക്കറ്റ് ടു ഫിനാലേക്കാണ്. ഈ ടിക്കറ്റ് ടു ഫിനാലെ എപ്പിസോഡിൽ എയർ ചെയ്തിട്ട് ബാക്കിയുള്ള സമയത്ത് വേണം എന്ത് ചെയ്യാൻ? പ്ലസ്സിലൊക്കെ വേണം ഈ പറയുന്ന ചെറിയ ചെറിയ ടാസ്കുകളും കാര്യങ്ങളൊക്കെ കാണിക്കാൻ. അതോ ഇനി BB+ റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണോ ടിക്കറ്റ് ഫിനാലയുടെ 2 ടാസ്ക്? ടിക്കറ്റ് ഫിനാലയുടെ 2 ടാസ്ക് എടുത്ത് പ്ലസ്സിലും 1 ടാസ്ക് എടുത്തിട്ട് മെയിൻ എപ്പിസോഡിലും, അത് 3/4 ഭാഗവും ഒരൊറ്റ ടാസ്കും. പിന്നീട് നമ്മുടെ ഓരോരുത്തർക്കും ഓരോ ലോട്ട് എടുത്തിട്ട് അതിനകത്തുള്ള റീസൺസ് പറയാൻ പറയുന്ന ഒരു സംഭവമാണ് ഇന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒത്തിരി കമൻസ് കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ടിക്കറ്റ് ഫിനാലെ തന്നെയാണ് എപ്പിസോഡിൽ കാണിക്കാനുള്ളത്. പിന്നെ പറഞ്ഞ പോലെ ഒരു പക്ഷേ BB+ റേറ്റിംഗ് കിട്ടാൻ വേണ്ടി ആയിരിക്കാം 2 ടാസ്ക് എടുത്ത് അവിടെ ഇട്ടിട്ട് ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ടാസ്ക് എടുത്ത് നമ്മുടെ ഇവിടെ കൊണ്ടിട്ടത്, മെയിൻ എപ്പിസോഡിൽ കൊണ്ടിട്ടത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം നന്ദനയാണ് ഇന്നത്തെ വിഷയം. 2-3 ആഴ്ചകളായിട്ട് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. സായിയും സിജോയും നന്ദനയുടെ കൂടെ നിന്നില്ലെങ്കിൽ നന്ദന എന്ത് ബിഗ് ബോസ് വീട്ടിൽ കളിക്കത്തില്ലേ? കഴിഞ്ഞ തവണ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ശോഭയും നാദ്രയും തമ്മിൽ. നാദ്ര ഒന്നും ശോഭയെ പറയാൻ പാടില്ല, ശോഭ കളിക്കണം. അപ്പം നാദ്ര പറയുന്നു ശോഭയ്ക്ക് ഇവിടെ കപ്പ് തരാൻ വന്ന ആളല്ല നാദ്ര എന്ന് പറയുമായിരുന്നു. ആ ഒരു ലെവലാണ്. ഇന്ന് നന്ദനയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വാക്ക് സിജോയ്ക്കും മിണ്ടാൻ വയ്യ, സായിക്കും മിണ്ടാൻ വയ്യ. അവർ മിണ്ടിക്കഴിഞ്ഞാൽ നന്ദന പറയും എൻ്റെ അടുത്ത് മിണ്ടരുത്, എൻ്റെ അടുത്ത് വരരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറയും. കഴിഞ്ഞ ആഴ്ച ഈ സംഭവം നമ്മൾ കണ്ടതാണ്. നന്ദനയ്ക്കെതിരെ സായിയും സിജോയും കളിച്ചു, നോമിനേഷനോ കാര്യങ്ങളോ. കഴിഞ്ഞ ആഴ്ച എന്തോ ഒരു സംഭവം വന്നല്ലോ. അഭിഷേക് മാത്രം, ഇവർ നന്ദനയുടെ മെയിൻ കൂട്ടുകെട്ട് അഭിഷേക്, സായി, സിജോ, ഇവർ 3 പേരിൽ ആരെങ്കിലും നന്ദനയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പറയുമോ? അപ്പം നന്ദന പിന്നെ അവരുടെ അടുത്ത് മിണ്ടത്തില്ല. എനിക്ക് മിണ്ടാൻ താല്പര്യമില്ല, എൻ്റെ അടുത്ത് മിണ്ടണ്ട, മാറിയിരിക്കെ, അങ്ങനെ. കഴിഞ്ഞ ആഴ്ച എന്ത് ഇൻസിഡൻ്റ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. സായിയും സിജോയും നന്ദനയ്ക്ക് എഗെയിൻസ്റ്റ് പറയുമ്പോൾ അഭിഷേക് മാത്രം ഒന്നും പറഞ്ഞില്ല, നന്ദനയ്ക്ക് സപ്പോർട്ടും ഓർമ്മ വന്നു. റാങ്കിങ് ടാസ്കിൽ സായിയും സിജോയും നന്ദനയ്ക്കെതിരെ പോയിന്റ്സ് പറഞ്ഞു. നന്ദന ഇവിടെ പണപ്പെട്ടി എടുക്കാമെന്നാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞ് നന്ദനയ്ക്കെതിരെ പോയിന്റ്സ് പറഞ്ഞു. അതുകൊണ്ട് അവരെടുത്ത് മിണ്ടിയില്ല. അന്ന് അഭിഷേക് അന്ന് റാങ്കിങ് ടാസ്കിൽ ഒരൊറ്റ വക മിണ്ടിയില്ല. അതുകൊണ്ട് അഭിഷേകിനെ പിടിച്ച് പൊന്നെ പോലെ ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കുകയാണ് നന്ദന. അപ്പം ഇന്ന് വന്നപ്പോഴും മണി കെട്ടുന്ന ടാസ്കിൽ വന്നപ്പോഴും നന്ദന ജയിച്ചോ തോറ്റോ ഫസ്റ്റോ സെക്കൻഡോ വാട്ടറോ മേ ബി ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് ടു അവർ മാറ്റർ. ബട്ട് സംഭവം ഇവർക്ക് സിജോയ്ക്കും സായിക്കും മിണ്ടിക്കൂടാ. അവരുടെ സത്യം പറഞ്ഞാൽ സിജോയും കണ്ടില്ല, സായിയും കണ്ടില്ല. അവർ പോയി നോക്കുമ്പോൾ ജാസ്മിൻ്റെ ഏറ്റവും താഴെ കിടക്കുന്നു. അതുകൊണ്ട് ജാസ്മിനാണ് ആദ്യം എന്ന് പറയുന്നത്. ഇനിയിപ്പം നന്ദന ആയിക്കോട്ടെ, നന്ദനയാണ് ആദ്യം എന്നായിക്കോട്ടെ, ഇവർ മനഃപൂർവ്വം കൊടുത്തേക്കോട്ടെ. നന്ദന ഇവരുടെ അടുത്ത് മിണ്ടൂല, പിണക്കം, കെറു, കുണ്ടക്കെറു. അപ്പം അത് കുറച്ച്, ഇപ്പം ഞാനായാലും അതിനകത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ കാണിക്കൂ. ഞാൻ നന്ദനെ കുറ്റം പറഞ്ഞല്ല. ഞാൻ അതിനകത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ എന്നെ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പം എപ്പോഴും നമുക്ക് ഗെയിമാണെന്നുള്ള ബോധമൊന്നും വരില്ല. നീ ഇങ്ങനെ പറഞ്ഞില്ലേ, മിണ്ടൂല. ഞാൻ ആ ലെവല് പറഞ്ഞു പോവും. അതേ ലെവലാണ് ഇന്ന് ഞാൻ അതിനകത്ത് കണ്ടപ്പോൾ എനിക്കതാണ് തോന്നിയത്. സത്യം ഒത്തിരി പിന്നെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. സായിയും സിജോയും ഒത്തിരി കൺവിൻസ് ചെയ്ത്. സിജോ അതിനിടയ്ക്ക് പറയുന്നുണ്ട് നമ്മളിവിടെ എന്തിനാ വന്നത്, ഞാൻ സായിയൊക്കെ. അങ്ങനെ നമുക്കൊരു ലക്ഷ്യമുണ്ട്, അറിയാമോ, ഗെയിം കളിക്കാൻ. ഈ ഒരൊറ്റ വേർഡ് എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. അപ്പം ആ സംഭവം നന്ദനയും ഒന്ന് മനസ്സിലാക്കണം. ഈ സായി സിജോയും എന്തിന് അനിയത്തി പ്രാവ എന്ന് പറഞ്ഞ് തലയിൽ താങ്ങിക്കൊണ്ട് നടക്കുന്നത്? അവർക്കടുത്ത് മാറ്റി വെച്ചൂടെ? ഇതിപ്പോൾ അവർക്ക് വാ തുറക്കാനും വയ്യ, അവർക്ക് കളിക്കാനും വയ്യ. ഈ കൊച്ചു ടോപ്പ് 5 വന്നാൽ പോലും, ടോപ്പ് 5 വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ടോപ്പ് 5 വന്നാൽ പോലും സായിയും സിജോയും ടോപ്പ് 5 ഉണ്ടെങ്കിൽ ഒരു ഒറ്റ വാക്ക ഇവർ പറയൂല. ഒന്നാമത്തെ കാര്യം ഇവൾ മിണ്ടത്തുമില്ല. രണ്ടാമത്തെ കാര്യം ഇവർ അനിയത്തിയാണ്, ഇവർ പറയത്തുമില്ല. അല്ലാത്ത സമയത്ത് മുഴുവൻ സിജോ ഗെയിമറാണ്. നന്ദനയുടെ മുമ്പിൽ ചെന്നിട്ട് നന്ദനെ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇന്നും പറഞ്ഞിരുന്നു നന്ദനെ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു.
അങ്ങനെ ഒരു സംഭവം. ഇത് രണ്ടുമാണ് മെയിനായിട്ട് നടന്നത്. എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് പറയാം. മെയ് 29-ാം തീയതിയിലെ ഡേ 80-ലെ ബിഗ് ബോസ് സീസൺ 6-ന്റെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും വീഡിയോ മുഴുവൻ കണ്ടിട്ട് ചെയ്യണം. അപ്പോൾ മെയിൻലി ഇന്ന് എപ്പിസോഡിൽ കാണിക്കുന്നത് ഒരു ഫൺ സെഗ്മെൻ്റ് ആണ്. ഈ ഫൺ സെഗ്മെൻറ്റ് സന്ധ്യയ്ക്കാണ് നടക്കുന്നത്. അതായത് ഓരോരുത്തരും ഒരു ബൗളുണ്ട്, കുറേ ലോട്ട് ഇട്ടിട്ടുണ്ട്, അതിനകത്തുനിന്ന് ഒരു ലോട്ട് എടുക്കണം. ആ ലോട്ടിൽ എന്താണോ ഉള്ളത് അതുമായിട്ട് വീട്ടിലുള്ള ആരെങ്കിലും റിലേറ്റ് ചെയ്ത് പറയുന്നു. ജാസ്മിൻ എടുക്കുന്നത്, നിങ്ങളൊരു ബാങ്ക് കൊള്ളയടിക്കാൻ പോയി കഴിഞ്ഞാൽ ആരെ കൂടെ കൂട്ടും, അത് ഞാൻ അർജുനെയാണ്, അവൻ നമ്മളിങ്ങനെ എന്താ പറയുക കരിയൊക്കെ മുഖത്ത് തേച്ച് പോകും. സായി എടുക്കുന്നത് ഒരു നിങ്ങളുടെ കൃഷിക്ക് നോക്ക് കുത്തിയായിട്ട് ആരെ നിർത്തും, അത് നോറയാണ് നിർത്തുന്നത്. കാരണം നോറ എല്ലാ കാര്യങ്ങളും വീക്ഷിക്കും, A to Z കാര്യങ്ങൾ വീക്ഷിക്കുന്നതുകൊണ്ട് നോറയാണ് അതിന് ബെസ്റ്റ്. നന്ദന ഇവിടെ ഒരു സ്പോട്ട് എവിക്ഷൻ ഉണ്ടെങ്കിൽ ആരെ എവിക്ട് ചെയ്യും, അത് ഞാൻ അഭിഷേകിനെ എവിക്ട് ചെയ്യും. കാരണം അഭിഷേകിനാണല്ലോ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ഫിനാലയിൽ പോയിന്റ്. അടുത്ത ജിൻഡോ, ഇവിടെ ഒരു അന്യഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ആരെ ഉപേക്ഷിക്കും, അപ്പം അവിടെ ഞാൻ സായി ഉപേക്ഷിക്കും. സായി അവിടെ കിടന്ന് റിവ്യൂ ചെയ്യട്ടെ. സിജോ, ഇവിടെ മുങ്ങാൻ പോകുന്ന ഒരു കപ്പലിൽ നിന്ന് നിങ്ങൾ സേവ് ചെയ്യുന്ന ഒരാൾ ആരായിരിക്കും, അത് നന്ദനയാണ്. നന്ദന ഞാൻ എന്ത് വന്നു കഴിഞ്ഞാലും, നന്ദന എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഞാൻ സപ്പോർട്ട് ചെയ്യും എന്നൊരു അബദ്ധ വാക്ക് സിജോയുടെ വായിന്ന് വീണോ സിജോയ്ക്ക് നെഗറ്റീവ് ആവും. സിജോ നന്ദനെ സേവ് ചെയ്യാൻ വന്ന ആളല്ല, സിജോയ്ക്ക് വേണ്ടി കളിക്കാൻ വന്ന ആളാണ്. അപ്പം നന്ദനെ സേവ് ചെയ്യണമെങ്കിൽ നന്ദനയ്ക്ക് അറിയാം. അപ്പോൾ സിജോ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കത് എന്തോ പോലെ എനിക്ക് തോന്നി. കാരണം ഇത്രയും നാൾ അങ്ങനെ ഒരു സംഭവം സിജോ പറഞ്ഞിട്ടില്ല, പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി. അപ്പോൾ അഭിഷേക്, തകർന്ന ഒരു വിമാനത്തിൽ 9 പാരച്യൂട്ടും ഉണ്ട്, ഒരാൾക്ക് നിങ്ങളത് കൊടുക്കത്തില്ല. ആർക്കാണ് നിങ്ങൾ കൊടുക്കാത്തത്? ഞാൻ ജിൻഡോയ്ക്ക് കൊടുക്കത്തില്ല. കാരണം പുള്ളിക്കാരന് കൊടുത്തില്ലെങ്കിൽ പുള്ളിക്കാരൻ എവിടെ ആയാലും മുക്ക് മൂല അരിച്ച് പറക്കി തിരിച്ച് കയറി വരും. ശ്രീതു, ഇലക്ഷനിൽ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് ആരെ പ്രഖ്യാപിക്കും? ഒരു സ്ഥാനാർത്ഥി, അത് സിജോയ്ക്കാണ് പറഞ്ഞു നിൽക്കാൻ പോയിന്റിലുള്ളത്, വാക്കുകളുള്ളത്, അതുകൊണ്ട് സിജോ ആണ് ബെസ്റ്റ്. ഋഷി, ഇവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കാൻ വരുന്നത് ആരായിരിക്കും? അതന്നെ അഭിഷേകായിരിക്കും രക്ഷിക്കാൻ വരുന്നത്. അർജുൻ, ഇവിടുത്തെ ഒരു ക്യാമറയ്ക്ക് അടുത്ത സീസണിൽ ഒരു ക്യാമറയ്ക്ക് കുറവുണ്ടെങ്കിൽ ആരെയായിരിക്കും ഒരു ക്യാമറ ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്? അത് ഞാൻ സായി ആയിരിക്കും. മുഴുവൻ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ ഇരിക്കും. നോറ, ബിഗ് ബോസ് സീസൺ ഫിനാലയ്ക്ക് ശേഷം ട്രിപ്പിന് പോകുമ്പം ആരെയാണ് ഒഴിവാക്കുന്നത്? അത് ഒരു അടി നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സിജോ ചേട്ടനെ ഒഴിവാക്കും. ജാസ്മിൻ വീണ്ടും എടുക്കുന്നു, ഒരു കല്യാണം മുടക്കാൻ പോകാൻ നിങ്ങൾ ആരെ വിളിക്കും? അത് ജിൻഡോ കാക്ക കൊണ്ടുപോയി കഴിഞ്ഞാൽ അലമ്പി വാരം ഇവിടുത്തെ ടാസ്കുകളിലെ നമ്മൾ കാണുന്നതാണ്. അടുത്ത് നോറ, ഒരു സാമ്രാജ്യത്തിൻ്റെ കാവൽക്കാരനായിട്ട് നിങ്ങൾ ആരെ വിളിക്കും? ഞാൻ ഋഷിയെ വിളിക്കും. എന്നെ പ്രൊട്ടക്ട് ചെയ്യണമല്ലോ, അയാൾക്ക് വേണമെങ്കിൽ എന്നെ ചതിക്കാൻ ഞാൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യാം. അപ്പം ഋഷിയാണ് അതിന് ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ് മെയിനായിട്ട്. ഇതാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. ടിക്കറ്റ് ഫിനാലെ നടന്നുകൊണ്ടിരിക്കുന്ന വീക്കിൽ ഇത്ര പ്രധാനപ്പെട്ട ഈ കളിയും തമാശയാണ് എപ്പിസോഡിൽ കാണിക്കാനുള്ളത്. പിന്നീടാണ് പൂച്ചയ്ക്കാര് മണികെട്ടും ടാസ്ക് വരുന്നത്. ഈ പറഞ്ഞ പോലെ മണിയടിക്കുന്നു, അതിനകത്ത് സൂപ്പറായിട്ട് ശ്രീതു പെർഫോം, എല്ലാവരും നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ അടിയും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ടെങ്കിൽ അത് നോർമലായിട്ട് ആ ടാസ്കിനിടയിൽ ഉണ്ടാവുന്ന അടി തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ സിജോയും സായും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നന്ദന പെണ്ണങ്ങൂല മിണ്ടൂല കട്ടീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മെയിൻ എപ്പിസോഡിൽ. വേറെ ഒന്നുമില്ല എപ്പിസോഡിൽ, വേറെ ഒരൊറ്റ പുണ്ണാക്കും ഇല്ല എപ്പിസോഡിൽ. സത്യം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നിയത് മസ്റ്റ് കമൻറ്റ് ചെയ്യൂ. ഞാനൊരു ജിൻഡോയുടെ PR ജാസ്മിൻ്റെ PR നോറയുടെ PR സിജോയുടെ PR ഒന്നുമല്ല, ബട്ട് എനിക്കും ആ സാധനം ഫീൽ ചെയ്തു. കാരണം എന്തുകൊണ്ട് എപ്പിസോഡിൽ കാണിച്ചില്ല? ടിക്കറ്റ് ഫിനാലെ നടക്കുമ്പോൾ മുക്കാൽ ഭാഗവും അതല്ലേ കാണിക്കാനുള്ളത്. ഓക്കെ, ഈ മെയിൻ ടാസ്ക് എടുത്ത് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ടാസ്ക് അതിനകത്ത് കാണിച്ചല്ലോ എന്ന് പറയാം. മെയിനായിട്ട് എന്താ നടന്ന ആദ്യത്തെ 2 ടാസ്ക് കട്ട് ചെയ്തു. വേണമെങ്കിൽ ഒരു ടാസ്ക് എടുത്ത് ഇവർക്ക് പ്ലസ്സിലിട്ടിട്ട് ഈ 2 ടാസ്ക് എടുത്ത് മെയിൻ ഇതിലിടാമായിരുന്നു, അതവർ ചെയ്തില്ല. അപ്പം എനിക്കിതാ പറയാനുള്ള. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് കമൻറ്റ് ചെയ്യുക. പ്രൊമോ ഇനി വരികയാണെങ്കിൽ അതിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം, അപ്ഡേറ്റുകളായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.